വളരെ ചെറുപ്പകാലം തൊട്ടേ എന്നിലൊരാഗ്രഹമുണ്ട്. എൻ്റെ സ്വപ്നഭൂമി വയനാട്. അവിടെ സ്വർഗമന്ദിരം പണിയണം. തണുപ്പുള്ള ഋതുക്കളിൽ കൊടും തണുപ്പ് അനുഭവിച്ച് കമ്പിളി പുതച്ചുറങ്ങണം. ഉണരുന്ന സമയങ്ങളിൽ നീളൻ വരാന്തയിലൂടെ നടന്ന് കാണാ കാഴ്ചകൾ കാണണം. പ്രകൃതി കാർമേഘങ്ങളാൽ ആവരണം ചെയ്യപ്പെടുന്നതും വെൺമേഘങ്ങളുടെ പുതപ്പണിഞ്ഞ് പ്രകാശം വിതറുന്നതും എനിക്ക് കണ്ട് ആസ്വദിക്കണം. പ്രകാശരശ്മികൾ ഭൂമിയെ തഴുകുമ്പോൾ എനിക്ക് പുറത്തോട്ടിറങ്ങണം. എൻ്റെ ശരീരത്തിൽ നിന്നും ഇളം ചൂടിൻ്റെ ബാഷ്പം ചെറിയ പുകയുടെ ധൂളികളായി എനിക്ക് ചുറ്റും പരക്കുമ്പോൾ അവിടെ നിന്നും തുള്ളിച്ചാടി തിമിർത്ത് ചിരിക്കണം. വയനാടിനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയത് എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്താണ്. വയനാട്ടിലേക്കൊരു യാത്ര, അത് ഒരു വസന്തകാലത്തായിരുന്നു. ചുരം കയറിപ്പോകുമ്പോഴുള്ള പ്രകൃതി ദൃശ്യങ്ങൾ ഏതോ ചിത്രകാരൻ വരച്ചിട്ട മനോഹര ചിത്രങ്ങൾ പോലെ തോന്നിച്ചു. അകലെ കുന്നിൻ മുകളിൽ പച്ചപുതച്ച മരങ്ങൾക്ക് നടുവിൽ രക്തച്ചോപ്പുള്ള പൂക്കളാൽ അലങ്കൃതമായ പൂവരശ്, ചുവന്ന പട്ടുവസ്ത്രങ്ങൾ അണിഞ്ഞ അതിസുന്ദരിയായ പെണ്ണിനെ പോലെ തോന്നിച്ചു. വയനാട്ടിലേക്ക് സ്വാഗതമോദി സ്വീകരിക്കാൻ നിൽക്കുന്ന നിറമാല പോലെ അത്യപൂർവ സുന്ദര കാഴ്ച. ആ അപൂർവത നുകർന്നുകൊണ്ട് ഞാൻ ചുരം കയറി തുടങ്ങി. എൻ്റെ വാഹനത്തിൽ നിറയെ സഹപാഠികളായിരുന്നു. മിക്കവരും ഉറക്കത്തിന്റെ ആലസ്യത്തിലാണ്. എനിക്ക് പക്ഷേ ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഈ അപൂർവ സുന്ദര വിസ്മയ കാഴ്ചകൾ ഞാൻ എൻ്റെ മനസ്സിന്റെ അഭ്രപാടികളിലേക്ക് പകർന്നെടുക്കുകയാണ്. നന്നേ വെളുത്ത് കൊലുന്നനെ തൂമഞ്ഞിൻ കണം പോലെ സുന്ദരിയായ ഒരു സംഗീത ടീച്ചർ അന്ന് ഞങ്ങൾക്കുണ്ടായിരുന്നു. മൃദുല പുഷ്പ എന്നായിരുന്നു അവരുടെ പേര്. ചെറുപ്പക്കാരായ അധ്യാപകരും വിദ്യാർത്ഥികളിൽ മുതിർന്നവരും അവരെ തന്നെ ഒളിഞ്ഞു നോക്കുന്നത് കാണാമായിരുന്നു. മൃദുല പുഷ്പ, മാതാപിതാക്കൾ അറിഞ്ഞിട്ട പേര് പോലെ. അവരുടെ കവിളുകൾ ചെന്താമര പോലെ ചുവന്നു തുടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നുണ്ടെന്നുള്ള ഒരു അസഹ്യത അവരുടെ മുഖത്തുണ്ടായിരുന്നു. കടും വയലറ്റിൽ ജരികയുള്ള സാരി ആ മൃദുല മേനിയിൽ ഒട്ടിക്കിടന്നു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ ടീച്ചറിൻ്റെ അത്രയും സുന്ദരിയായ പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ സ്കൂളിൽ നിന്നും പഠിത്തം നിർത്തി പോന്നപ്പോൾ 5-6 ആമ്പൽപ്പൂ മുട്ടുകൾ ടീച്ചർക്ക് സമ്മാനമായി കൊടുത്തു. സ്കൂളിനടുത്ത ആമ്പൽക്കുളത്തിൽ നിന്നും എൻ്റെ സഹപാഠി പ്രശാന്ത് ഇറുത്തു തന്നതാണ്. അത് വാങ്ങിയപ്പോൾ മൃദുല പുഷ്പം പോലെ ടീച്ചറുടെ മുഖം ശോഭിക്കുന്നുണ്ടായിരുന്നു. അവരെൻ്റെ കവിളിൽ തൊട്ട് താടി പിടിച്ചുയർത്തിയപ്പോൾ മഞ്ഞിൻ കഷ്ണം പോലെ ആ കൈകൾ തണുത്തിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ മൃദുല പുഷ്പത്തെയും പൂവെടുത്തു തന്ന പ്രശാന്തിനെയും ഞാൻ കണ്ടിട്ടേയില്ല. അധ്യാപകർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു യാത്രാ വിവരണം ഞാൻ എഴുതി. വയനാടിൻ്റെ വിസ്മയങ്ങൾ എന്നതിന് പേരിട്ടു. സ്കൂൾ ലൈബ്രറിയിൽ അന്നത് സൂക്ഷിച്ചിരുന്നു. പിന്നീട് എത്രയോ തവണ ഞാൻ വയനാട്ടിലേക്ക് യാത്ര പോയിട്ടുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ആദ്യ കാഴ്ചയുടെ മനോഹാരിത എനിക്ക് ദർശിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ഉൾക്കാഴ്ചയ്ക്ക് മങ്ങലേറ്റതോ അതോ പ്രകൃതിയുടെ നിറവിന് മങ്ങലേറ്റതോ അറിയില്ല. ഒരു 13കാരി പെൺകുട്ടിയുടെ മനസ്സിനുള്ളിൽ കുരുങ്ങിപ്പോയ മോഹന സ്വപ്നം, വയനാടിനോടുള്ള അമിതമായ ഭ്രമം. വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ വലുതായപ്പോൾ ഞാൻ അവിടെ എൻ്റെ സ്വപ്ന സൗധം ചെറിയ ഒരു കിളിക്കൂട് പണിതു. ചുറ്റും അധികം ഉയരം വയ്ക്കാത്ത ഇനത്തിലുള്ള മാവും പ്ലാവും പേരമരവും സപ്പോട്ട മരങ്ങളും നട്ടുപിടിപ്പിച്ചു. ചെമ്പരത്തി കാടുകൾ കൊണ്ട് അതിരിട്ടു. തിരുമുറ്റത്തിന്റെ ഓരങ്ങളിൽ ചെമ്പകവും കണിക്കൊന്നയും നട്ടുപിടിപ്പിച്ചു. തിരുമുറ്റത്തെന്നും ചുവന്ന പൂക്കളാൽ കളമൊരുക്കാൻ പൂവരശ നട്ടുപിടിപ്പിച്ചു. എൻ്റെ ചിരകാല സ്വപ്നം പൂവണിഞ്ഞിട്ട് ഏകദേശം 7 വർഷത്തോളമായി.